ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ. വലിയ ആഴ്ച ആഗോള സഭ നവീകരിക്കപ്പെടുന്ന ദിവസങ്ങളാണ്. ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ അവസാനത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ പ്രത്യേകമായിട്ട് നമ്മൾ ആഘോഷിക്കും. അവസാന ഞായറാഴ്ച കുരുത്തോല നൽകപ്പെടാത്ത ഒരു ദേവാലയവും കാണുകയില്ല. ഓശാനയുടെ ഓർമ്മകളാണത്. ഓശാനയുടെ പ്രദർശനവും നടത്താറുണ്ട്. വ്യാഴാഴ്ച ആഘോഷമായ പരിശുദ്ധ കുർബാന. എല്ലാവരും പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കും. തുടർന്നുള്ള മണിക്കൂറുകൾ ആരാധനയുടെ മണിക്കൂറുകളാണ്. എല്ലാ ഇടവകളിലും ആരാധനയും ഉണ്ടാകും. ദുഃഖവെള്ളിയാഴ്ച പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാന ഇല്ലെങ്കിലും സുദീർഘമായ പീഡാനുഭവത്തിൻ്റെ വായന. പല പള്ളികളിലും അന്നത്തെ ദിവസം മുഴുവനും ഒരുമിച്ച് ദേവാലയത്തിൽ വന്ന് ഉപവാസ പ്രാർത്ഥനയാണ്. വൈകിട്ടാണ് പീഡാനുഭവത്തിൻ്റെ ഓർമ്മകളിലേക്ക് പ്രവേശിക്കുന്നത്. ആഘോഷമായ കുരിശിൻ്റെ വഴിയും സുദീർഘമായ പ്രസംഗവും എല്ലാം ഉണ്ടാകും. ഉയർപ്പ് ഞായറിലേക്ക് വരുമ്പോൾ പൊതുവെ കാണുന്ന പ്രവണത, രാത്രിയിലെ കുർബാനയ്ക്ക് കുറേ പേരൊക്കെ വരും. സാധിക്കുന്നവരൊക്കെ വരും എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ രാവിലത്തെ കുർബാന, പിന്നെ ആഘോഷമായി നല്ല ഭക്ഷണം കഴിക്കുന്നു, നോമ്പ് വീടുന്നു, അത്രേ ഉള്ളൂ. ഓശാന ഞായറാഴ്ച പോലെ, പെസഹ വ്യാഴാഴ്ച പോലെ, ദുഃഖവെള്ളിയാഴ്ച പോലെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാൻ നമുക്ക് പറ്റുമോ? വർഷങ്ങളിലൂടെ സഭയിൽ രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ ഉയർപ്പ് ഞായറാഴ്ചയിൽ ആ ആഘോഷമായ കുർബാനയിൽ പങ്കെടുക്കുന്നു, പിന്നെ നോമ്പ് വീടുന്നു, അത്രയേ ഉള്ളൂ. അത് വിട്ട് ഓശാന ഞായർ പോലെ, പെസഹ വ്യാഴം പോലെ, ദുഃഖവെള്ളിയാഴ്ച പോലെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാനുള്ള ഒരു സാധ്യത കിടപ്പുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ, ഈശോ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചതുപോലെ. ഈശോ ഓശാന ഞായറാഴ്ച എങ്ങനെ ആഘോഷിച്ചു നമുക്കറിയാം. നമ്മൾ അതുപോലെ ആഘോഷിക്കാൻ ശ്രമിക്കും. പെസഹ വ്യാഴാഴ്ചയും സാധിക്കുന്നിടത്തോളം ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയും. പക്ഷേ ഉയർപ്പ് ഞായറാഴ്ച നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഈശോ എങ്ങനെയാണ് ഉയർപ്പ് ഞായറാഴ്ച ആഘോഷിച്ചത്? ഉയർപ്പ് ഞായറാഴ്ച ഈശോ ചെയ്തത് 3 കാര്യങ്ങളാണ്. രാവിലെ മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് സന്ധ്യാവേളയിൽ അല്ലെങ്കിൽ അത്താഴത്തിന് ഇരുന്നപ്പോൾ അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. പിന്നെ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ രണ്ടാമത്തെ കാര്യം, പകൽ മുഴുവനും ഈശോ ഉയർപ്പ് ഞായറാഴ്ച ആഘോഷിക്കുകയായിരുന്നു. എങ്ങനെ? ആഘോഷമായ ഭക്ഷണം കഴിച്ചിട്ടല്ല. ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് വരെ സുദീർഘമായി നടന്നുകൊണ്ട്, തിരുവചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയിലൂടെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുദീർഘമായ പരിശുദ്ധ കുർബാനയാണ് അർപ്പിച്ചത്. അതായിരുന്നു ഈശോയുടെ ഉയർപ്പ് ഞായറിൻ്റെ ആഘോഷം. പ്രഭാതം മുതൽ നടന്നു പോയ ആ ശിഷ്യന്മാരെ ഉച്ചയായപ്പോൾ, ഇന്ന് ഈസ്റ്റർ ഒക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഒരു നല്ല ഭക്ഷണമൊന്നും ഈശോ വിളമ്പിയിട്ടില്ല. നടക്കുകയായിരുന്നു. ഇനി അങ്ങനെ നടക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എമ്മാവൂസ് സംഭവം. അതിൽ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രത്യേകം വായിക്കുന്നുണ്ട്. മോശ തുടങ്ങി ഓരോ പ്രവാചകനും തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ഈശോ എന്താണ് സംസാരിച്ചത്? മോശ തുടങ്ങി ഓരോ പ്രവാചകനും തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ
ഈശോയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈശോയെക്കുറിച്ച് പ്രത്യക്ഷമായി മോശ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത്? മോശയും പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞത് അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ പ്രത്യക്ഷമായിട്ട് ഈശോയെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും മോശയിലൂടെയാണ് നമ്മൾ പെസഹ ആചരണത്തിൻ്റെ കാര്യവും മന്നായുടെ കാര്യവും വാഗ്ദാന പേടകത്തിൻ്റെ കാര്യവും പോരാ, സമാഗമ കൂടാരത്തിൻ്റെ കാര്യം, അനുദിന ബലിയർപ്പണത്തിൻ്റെ കാര്യം, പുരോഹിത വസ്ത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, പുരോഹിത അഭിഷേകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പൗരോഹിത്യ തൈലം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ, തിരുനാളുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എല്ലാ ദിവസത്തെക്കുറിച്ചുള്ള ബലിയർപ്പണങ്ങൾ, ഇതെല്ലാം മോശയിലൂടെയാണ് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോ വന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇന്നും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഈശോയ്ക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ഈശോ വന്നത് എന്തിനായിരുന്നു? പരിശുദ്ധ കുർബാനയാകാനാണ്. സഭയിൽ ആരാധനക്രമം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോയുടെ ലക്ഷ്യം അതാണ്. പക്ഷെ തന്നെ പരസ്യവിധ കാലത്ത് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് സാധിച്ചില്ല. അല്ല, ഈശോ പറഞ്ഞപ്പോൾ ഈശോ പരാജയപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ചു പോയി. അതെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടി വന്ന ഈശോയ്ക്ക് സാധിച്ചില്ല. ദൗത്യം നമ്മളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈശോ പുതിയ പെസഹായിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും അതിൻ്റെ അർത്ഥം അപ്പസ്തോലന്മാർക്ക് മനസ്സിലായില്ല. ഗാഗുൽത്തായിൽ ഈശോ ബലിയർപ്പിച്ചപ്പോഴും അതിൻ്റെ അർത്ഥവും അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ രണ്ടുപേര് ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് നിരാശരായിട്ട് തിരിച്ചു പോകുന്നത്. കാരണം അവനെ കൊന്നു, ഈശോ ചത്തു, ഇനി ഈശോയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അത് ഈശോയുടെ ബലിയർപ്പണമായിരുന്നു. മോശ തുടങ്ങി എന്ന് പറയുമ്പോൾ മോശയിലൂടെ ദൈവം വളരെ വ്യക്തമായിട്ട് ആരാധനാക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ വന്നത് അതിനു വേണ്ടിയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം നമ്മൾ പ്രത്യേകം 25 മുതലുള്ള അധ്യായങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. പിന്നീടാണ് ഇസ്രായേൽ ഇടയ്ക്കിലെ ബലിയർപ്പണങ്ങൾ കൂടുതലായിട്ട് വളർന്നു വരുന്നതും പൗരോഹിത്യം വളരുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ അതെല്ലാം തന്നെ സീനാമലയിൽ വെച്ച് 3-ാമത്തെ പ്രാവശ്യം മോശ സീനാമലയിലേക്ക് പോയപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ മോശയും പ്രവാചകന്മാരും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഈശോയെക്കുറിച്ച് എന്നതിനേക്കാൾ കൂടുതലായി പരിശുദ്ധ കുർബാനയെക്കുറിച്ചും ആരാധനാക്രമത്തെക്കുറിച്ചാണ്. അതാണ് ഈശോ ആ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്. അതവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈശോ അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർക്ക് മനസ്സിലായി ഈശോ ഗാഗുൽത്തായിൽ മരിച്ചിട്ടില്ല. അവൻ വന്നത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ്. അവർ തിരിച്ച ജെറുസലേമിലേക്ക് അന്ന് തന്നെ പോയി അവർ അതിൻ്റെ സാക്ഷ്യം പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 24-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ കൃത്യം കാണുന്നുണ്ട്. ഈശോ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിറവേറപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്ന് ഈശോ അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ എങ്ങനെയായിരുന്നു ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചത്? സുദീർഘമായ ഒരു വചന പ്രഘോഷണത്തിലൂടെ, സുദീർഘമായ ഒരു പരിശുദ്ധ കുർബാന പ്രഘോഷണത്തിലൂടെ, അതും വെറും 2 പേർക്ക് വേണ്ടി മാത്രം. അതും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഈശോ അങ്ങനെ ചെയ്തു? മുഴുവനൊരു ഉത്തരം പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈശോയ്ക്ക് വേണമെങ്കിൽ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് അവരുടെ കൂടെ നടന്ന് മോശ തുടങ്ങി ഓരോ പ്രവാചകനും തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് കൂടെ നടന്നുപോയ സമയത്ത് തന്നെ ആ പോകുന്ന വഴിക്കുള്ള വീടുകളിലുള്ള രോഗികൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് എല്ലാവരെയും എമ്മാവുസിലേക്ക് കൊണ്ടുവന്ന്, അല്ല എല്ലാവരും ജെറുസലേമിലേക്ക് കൊണ്ടുവന്ന് വലിയ ആഘോഷമായൊരു പരിശുദ്ധ കുർബാന നടത്താമായിരുന്നു. പക്ഷേ ഈശോ അത് ചെയ്തിട്ടില്ല. അത് ഈശോയുടെ കുർബാന ഭോഷത്വമാണെന്ന് ഒരു പക്ഷേ നമ്മൾ പറയേണ്ടി വരും. ഏതായാലും ഈശോ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈശോ ഈസ്റ്റർ ആഘോഷിച്ചതും അങ്ങനെയാണ്.
അതുപോലെ ഒരു ഈസ്റ്റർ ആഘോഷം തീർച്ചയായിട്ടും പ്രായോഗികമല്ല എന്ന് സമ്മതിച്ച് മതിയാകും. ഈശോയെ പോലെ ഉയർപ്പ് തിരുനാളിന് ദിവസം മുഴുവൻ സമയവും വിശുദ്ധ ഗ്രന്ഥത്തിലെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തിരുവചനങ്ങളെ എടുത്ത് ധ്യാനിച്ചുകൊണ്ട് ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈശോ ചെയ്ത ആ കാര്യത്തെ ഓർത്തുകൊണ്ട് എന്തുമാത്രം ഈശോ പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം നൽകിയെന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കട്ടെ. ഉയർപ്പ് തിരുനാൾ പോലും ഈശോ ആഘോഷിച്ചത് അങ്ങനെയാണ്. അപ്പോൾ രക്ഷാകര സംഭവത്തിൻ്റെ കേന്ദ്രം, രക്ഷാകര സംഭവത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധ കുർബാനയാണെന്ന് ഈശോ ഇവിടെ പ്രായോഗികമായിട്ട് പഠിപ്പിക്കുകയാണ് ഉയർപ്പ് തിരുനാളിലൂടെ. ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദേശങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ വന്നത് പരിശുദ്ധ കുർബാനയാകാനാണ്. അതിന് അർഹമായ പ്രാധാന്യം നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.